പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഗവൺമെൻറ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. വിജിലൻസ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാനും വേണ്ടിയിട്ടുള്ള ധനസമാഹരണം നടത്താൻ വേണ്ടി വിദേശയാത്ര നടത്തിയെന്നും ആ വിദേശയാത്രയിൽ ധനസമാഹരണം നടത്തിയെന്നുമാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിൽ പുനർജനി പദ്ധതി നടപ്പാക്കുന്നതിന് എറണാകുളം ആസ്ഥാനമായ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന വഴിയാണെന്നും പദ്ധതിക്ക് ഫണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ പദ്ധതിയുടെ പേരിൽ മണപ്പാട് ഫൗണ്ടേഷൻ ആരംഭിച്ച ബാങ്ക് അക്കൗണ്ട് വഴിയും ഫൗണ്ടേഷനിലെ FCRA കറണ്ട് അക്കൗണ്ട് വഴിയുമാണെന്ന് വിജിലൻസിൻ്റെ പരിശോധനയിൽ വ്യക്തമാവുകയുണ്ടായി. ഇതിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഒരു പങ്കുമുണ്ടെന്ന് തെളിയിക്കാൻ വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ അഴിമതി നിരോധന നിയമത്തിലെ 7A വകുപ്പുകളിൽ പറയുന്ന കുറ്റങ്ങളൊന്നും ശ്രീ വി.ഡി. സതീശൻ ചെയ്തിട്ടില്ല എന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കേസിൽ വിജിലൻസ് ആംഗിൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ കേസിൻ്റെ തുടർ നടപടികൾ വേണ്ടെന്നും വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ആ സാഹചര്യത്തിൽ ഈ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, നിയമങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്ന് പരിശീലനം അന്ന് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ സർക്കാർ തന്നെ അതിന്റെ രേഖകൾ പുറത്തുവിടണം. ഒരു സർക്കാർ തമ്മിൽ അങ്ങനെ ഒരു ശുപാർശ ഉണ്ടായിരുന്നു. അല്ല, അത് ശേഷമാണല്ലോ ഈ അന്വേഷണമൊക്കെ പിന്നെയും നടത്തിയിട്ടാണ് അവർ പറഞ്ഞത് ഇതിൻ്റെ യാതൊരു വിജിലൻസ് ആംഗിൾ ഇതിനകത്തില്ല. ശ്രീ വി.ഡി. സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അതിന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണല്ലോ, രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസിനെയും CBIക്ക് വിടാനോ അല്ലെ ഉയർന്ന ഏജൻസികൾക്ക് വിടാനോ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. തന്നെയുമല്ല, ഈ അന്വേഷണത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമായി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല, 1 രൂപയുടെ പോലും ഇടപാടുകൾക്ക് അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. ഞാൻ ആ ഫയൽ മുഴുവൻ പഠിച്ചിട്ടാണ് പറയുന്നത്, വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ഇന്നലെ ആ കേസ് ഇന്നലെ തീർപ്പ് കൽപ്പിച്ച് എന്നുള്ള വിവരം അറിയിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. സ്വാഭാവികമായും ഇതിലിപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ വി.ഡി. സതീശനെ ലിഞ്ചിട്ട് നൽകുന്നു എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു തീരുമാനമായി തന്നെ ഒരിക്കലുമല്ല. കാരണം നേരത്തെ തന്നെ വിജിലൻസ് തന്നെ കണ്ടെത്തി, ആ ഫയലുകൾ പരിശോധിച്ചാൽ അറിയാം, യാതൊരു തെളിവും അന്നും കണ്ടെത്തിയിട്ടില്ല. തെളിവ് കണ്ടെത്താത്തത് കൊണ്ടാണ് അന്നത്തെ മുഖ്യമന്ത്രി തന്നെ അത് വിജിലൻസ് അന്വേഷിച്ചാൽ പോരാ, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. അതേ തുടർന്ന് വീണ്ടുമുള്ള അന്വേഷണം നടത്തിയതിന് ശേഷമാണ് വിജിലൻസ് ഡയറക്ടർ ഫയൽ എനിക്ക് അയച്ചത്. അതിനകത്ത് ഒരു തരത്തിലുള്ള വി.ഡി. സതീശൻ്റെ ഇൻവോൾവ്മെൻറ്റ് അന്നുമില്ല, ഇന്നുമില്ല. അതുകൊണ്ട് ഭരണം മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകുകയല്ല, അടിസ്ഥാനരഹിതമായ കാര്യമാണ് അന്ന് അതിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതല്ല, വളരെ വിശദമായി തന്നെ വിജിലൻസ് പരിശോധിച്ച കാര്യമാണ്. അതുകൊണ്ട് ഡയറക്ടറുടെ ശുപാർശ പ്രകാരം ഇനി കേസുമായി മുന്നോട്ട് പോകേണ്ടെന്നാണ് തീരുമാനം. അധികാരത്തിൽ വന്നതിന് ശേഷം ആ ശുപാർശ അടങ്ങിയ ഫയൽ വീണ്ടും പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ്
അങ്ങനെയല്ല. പുതിയ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ ഡയറക്ടർ ഇത് പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ഈ ഫയൽ എൻ്റെ മുമ്പിൽ വന്നത്. ഞാനിത് പരിശോധിച്ചപ്പോൾ ഇനി ഇതുമായി മുന്നോട്ട് പോകേണ്ട യാതൊരു കാര്യവുമില്ല. നേരത്തെയും വ്യക്തമായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അതുമായി യാതൊരു പങ്കുമില്ലായിരുന്നു. പിന്നെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് CBIക്ക് വിടാൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്നത് എന്നുള്ള തീരുമാനം അവരെടുത്തത്. പക്ഷേ അതിനുശേഷം വിജിലൻസ് ഡയറക്ടർ പരിശോധിച്ച ശേഷം എനിക്ക് നൽകിയ ഫയൽ ഇതുമായി ഇനി മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലെന്നും വിജിലൻസ് ആംഗിൾ ഇതിലില്ലെന്നും VD സതീശൻ ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും അസന്നിഗ്ധമായി തന്നെ ഫയൽ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ടതാണ് തീരുമാനം. മറ്റൊരു വിഷയം, ഈ ദില്ലിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിലുടനീളം പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിൽ 5000-ഓളം കേസുകൾ എടുത്തിട്ടുണ്ട്. അത് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്നു. അത് അങ്ങേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നാണ് CM ഓഫീസ് പറഞ്ഞിരുന്നത്. അതിലെന്തെങ്കിലും അത് ഞാൻ DGPക്ക് കൊടുത്തു. കേസുകൾ അങ്ങനെ കേസുമായി മുന്നോട്ട് പോകണമെന്നുള്ള താല്പര്യം ഗവൺമെൻറ്റിലില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ നമുക്ക് പിൻവലിക്കാൻ പ്രയാസമായിരിക്കും. അതെന്താണെന്ന് നോക്കി ചെയ്യാനായിട്ട് DGPക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ ഈ കുണ്ട്രയിലെ സിയാദിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഒരു ഗുരുതരമായ ആരോപണവുമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞത്, അയാളെ സസ്പെൻഡ് ചെയ്തു. ഈ വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും എല്ലാം പരിശോധിച്ചപ്പോൾ ഹെപ്പറ്റൈറ്റിസ് C മൂലമാണ് അദ്ദേഹം മരിച്ചത്. 13 ദിവസം പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ശേഷം 13 ദിവസം കഴിഞ്ഞാണ് ആശുപത്രിയിലെ ചികിത്സയിലാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു ദുരൂഹതയുമില്ല. ഒരു പോലീസുകാരൻ അടിച്ചെന്നാണ് പറഞ്ഞതുകൊണ്ട് അയാളെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുകയാണ്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിട്ടും, ഈ മരണം പോലീസ് മർദ്ദനം മൂലമല്ലെന്ന് വ്യക്തമായിട്ടും, എന്നാലും ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവുകയാണെങ്കിൽ ആ സമയത്ത് അത് നോക്കാം. അതാണ്, അത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. എനിക്കറിയില്ല, ഞാൻ പരിശോധിക്കും. കേരളം ലജ്ജിച്ച് തലതാർത്തിയ ഒരു സംഭവമാണത്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാർ 3 പേര് MDMA വിൽക്കുന്നവരായി മാറി. നമ്മൾ ആലോചിക്കുക, മരണത്തിൻ്റെ വ്യാപാരികളായി ഈ അധ്യാപകർ മാറുന്നു. നമുക്ക് ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? കുട്ടികൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ട, കുട്ടികളെ നേരായ മാർഗത്തിലൂടെ നയിക്കേണ്ട അധ്യാപകരാണ് ഇത് ചെയ്തത് എന്നുള്ളത് ഗുരുതരമായ കാര്യമല്ലേ? തീർച്ചയായിട്ടും അവരുടെ പേരിൽ കേസെടുക്കും, അവരുടെ പ്രോപ്പർട്ടികൾ കണ്ടെത്തും, ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. ഇനി ഇതിൽ കൂടുതൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് ഡയറക്ടർ ഒരു വിജിലൻസിന്റെ ആംഗിളിൽ തെളിയിക്കാൻ പറ്റിയില്ലെന്ന് ഒരു കേന്ദ്ര ഏജൻസി എത്തിക്കൊണ്ടാണ് ശുപാർശ കൊടുത്തത്. ആ ശുപാർശ ഉൾപ്പെടെയാണോ ഡ്രോപ്പ് ചെയ്തത്? അല്ല, ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസിൻ്റെ അന്വേഷണം ഞങ്ങൾ പരിപൂർണമായി അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഡയറക്ടറുടെ ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും എന്തിനാണെന്ന് എനിക്ക് പറയാം. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അവർ ചെയ്തതാണ് കഴിഞ്ഞ ഗവൺമെൻറ്. വിജിലൻസിന് പരാതി കൊടുത്തിട്ട് വിജിലൻസിൽ ആംഗിൾ ഇല്ലെന്ന് കഴിഞ്ഞ ഡയറക്ടറും ഈ ഡയറക്ടറും എഴുതുമ്പം പിന്നെ എന്ത് വിജിലൻസ് അന്വേഷിക്കാനാണ്? എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ്. അപ്പോൾ അത് തികഞ്ഞും കഴിഞ്ഞ ഗവൺമെൻറ് രാഷ്ട്രീയ പ്രേരിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയ ഒരു കേസാണ്. 2 ഡയറക്ടർമാർ, കഴിഞ്ഞ സർക്കാരിലെ ഡയറക്ടർ ഇവിടെയും ഈ കേസിനകത്ത് VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇനി ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള തീരുമാനമാണ് വിജിലൻസ് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ എടുത്തത്. അത് ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ളത്.